ഇയാൾ എന്ത് കാണാനാ ആ കഞ്ചാവ് കടയുടെ മുമ്പിൽ പോയി നിൽക്കുന്നതെന്നേ മനസ്സിലാകുന്നില്ല. കടയ്ക്കകത്തേ കഞ്ചാവ്. അവിടെ നോക്കാം. ഒരു കുഞ്ഞു ഫ്ലവറുകളുണ്ട്. അത് വന്നു പോയി, ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്തിട്ടൂടെ? ഒരു ലോഡ് കല്ലും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രെഡ്സിൻ്റെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഓപ്ഷൻസ്. നമ്മളിന്ന് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഐറ്റംസ് പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പിക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എല്ലാം കുറച്ച് മലയാളികളുടെ സ്വഭാവമാണല്ലോ, കഴിക്കാൻ പറ്റുന്നതേ എടുത്തിട്ടുള്ളൂ. കുറച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇന്ന് ഇന്ത്യൻ ഐറ്റം ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് 2 ഇന്ത്യൻ ഐറ്റം എടുത്തു. പിന്നെ കുറച്ച് ഒരു ഓംലേറ്റ്, പിന്നെ കുഞ്ഞിന് കുറച്ച് യോഗേർട്ട്, ഫ്രൂട്ട്സ്, കോൺഫ്ലെക്സ്, ഒരു സണ്ണി സൈഡ് അപ്പ്, ഒരു ബോയിൽഡ് എഗ്ഗ്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് മക്രോണി പാസ്ത, പിന്നെ ഒരു സൂപ്പും, 2 ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഒന്ന് ആപ്പിളും പിന്നെ മൾട്ടി വിറ്റാമിനും. കുഞ്ഞാപ്പി ഇവിടെ രാവിലെ ഫയറിലാണ്. ഇജാൻ ഹലോ പാർട്ട്ണർ. എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മൾ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് സൈറ്റ് സീയിങ് ആണ്. ഫുള്ള് നടത്തമാണെന്നാണ് കേട്ടത്. പിന്നെ ഇന്നലത്തെ പോലത്തെ സണ്ണി ഡേ അല്ല ഇന്ന് ഭയങ്കര ഒരു മൂഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ്. ഒരു റെയിനി ഡേ ആയിരുന്നു. അപ്പോൾ ജാക്കറ്റ്സ് മസ്റ്റാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട്. അടുത്താന്ന് തോന്നുന്നു സൈറ്റ് കാണാൻ പോകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. എന്തായാലും എല്ലാ സ്ഥലങ്ങളും പ്രാഗിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും വരിക. 2 ദിവസം ഉണ്ട് കേട്ടോ പ്രാഗിൽ. നമ്മൾ ബൗബോനെ കാണുന്നു. ഇസാൻ്റെ ഔട്ട്ഫിറ്റ് ആണ് ഇത്. അതിലൊരു മഞ്ഞ സോക്സും സ്വെറ്റ് നടുക്കൊരു മ്യാവ്. ഇതെന്താ ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ. ഇതൊക്കെ സുവനീഴ്സ് പർച്ചേസിങ്ങിനായിട്ട് ഹോട്ടലിനകത്ത് തന്നെയുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഡ്രൈവറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വെളിയിലാണുള്ളത് ഇപ്പോൾ. തണുപ്പുണ്ടേ ഇസാനെ. തണുക്കുന്നോട്ടാ? തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്നിവിടെ മഴ പെയ്തായിരുന്നു. മഴയൊക്കെ പെയ്തത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ കാണിച്ചിട്ട് നിങ്ങൾ ഹോട്ടൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. 23 നിലയുണ്ട്. നമ്മൾ 9ാമത്തെ നിലയിലാണ് ഹോട്ടലിൽ. ഇസാൻ ഇങ്ങനെ കാറൊക്കെ പോകുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഴയാണ്. നമ്മൾ ഈ പ്രാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജർമ്മൻസ് ബോംബിട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ബിൽഡിങ്സൊക്കെ ഒറിജിനലാണ്, പണ്ടുതൊട്ടേ ഉള്ള ബിൽഡിങ്ങുകളാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ ആയിട്ട് എന്താ പരിപാടി? 6 കയ്യിലും കുടയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ബസ്സിലിങ്ങനെ വെച്ചോട്ടേയിരിക്കും. ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ടുകൊണ്ട് ഒരു കാസിൽ കാണാനായിട്ട് പോവുകയാണ്. വിസാൻ്റെ ഇതിനകത്ത് സ്ട്രോളറിനകത്തൊക്കെ കയറിയിരുത്. അപ്പോൾ അവൻ നനയത്തില്ല, അവന് മറ്റേ കവറിങ് ഉണ്ട്. നമ്മൾ ഈ കുടയും കാര്യങ്ങളൊക്കെ എടുക്കാത്തതുകൊണ്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടല്ലേ, ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ നനഞ്ഞിട്ടാണ് നമ്മുടെ നടത്തം. നമ്മൾ ജപ്പാനിലൊന്നും പോകണ്ട മോനെ ചെറി ബ്ലോസം കാണാനായിട്ട്. ഇസാൻ
ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേടി ഈ ഒരു മരമില്ലേ. കാണിച്ചു തരാം. നമ്മളൊരു ക്യാസിൻ്റെ ഉള്ളിലാണ്. അവരുടെ ഒരു പരേഡ് നടക്കുവാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷേ ഈ ഗേറ്റിനകത്തൂടെ ഒരു വക കാണാൻ കഴിയുന്നില്ല. ഒക്കെ ആ ക്യാസിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ക്യാസിലിൻ്റെ അകത്തെത്തി. ക്യാമറ തിരിച്ചു വെച്ചാൽ ഇതിൻ്റെ എൻട്രൻസും എനിക്ക് ആ ഡോറിനവിടെ നിൽക്കുന്നവരെ കണ്ടിട്ട് മിസ്റ്റർ ബീൻ്റെ കാർട്ടൂണിലുള്ളവരില്ലേ അതുപോലെ തോന്നുന്നത്. ഓ ഇതിൻ്റെ ആർക്കിടെക്ചർ സൂപ്പർ, നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ. ഒരു എന്താ പറയുക, പക്ഷേ എല്ലാ സ്റ്റാറ്റ്യൂസും നോക്കുവാണെങ്കിൽ ക്രൂവാലിറ്റിയാണ് കാണിക്കുന്നത്, കുത്തിക്കൊല്ലുന്നതും അടിക്കുന്നതും. പക്ഷേ എന്താ പറയുക, എന്തോ ഒരു മീനിങ് ഉണ്ട്, ഇൻസൈഡ് അർത്ഥമുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു കണ്ടില്ല, ഇപ്പോൾ അയാൾ അവരെ കുത്തിക്കൊല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഒരാളെ അടിച്ചു കൊല്ലുന്നതും. ഇതിൻ്റെ ഗാർഡ്സിനെ കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിൽ, ഈ ക്യാസലിൻ്റെ ഫ്രണ്ടിൽ ഗാർഡ്സാണിത്. അവരനങ്ങത്തില്ല കേട്ടോ, ഒരു ഇമ വെട്ടാതാണ് അവർ നിൽക്കുന്നത്. അടുത്ത് പോകാൻ പേടിയാണ്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഇവർ അടുത്ത് പോകുമ്പോഴത്തേക്കിനും ഇവർ ശബ്ദം വെക്കുന്നതും തിരിച്ചു വിടുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചമ്മാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അടുത്ത് പോകുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല, ഒരുപാട്. കുടയൊക്കെ കിട്ടിയല്ലോ. വേണ്ടേ? This is rich in chocolate. ഇവർക്ക് ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്തിട്ടൂടെ? ഒരു ലോഡ് കല്ലും. നമ്മൾ ആ കാസിൽ കണ്ടിട്ട് അവിടുത്തെ ആ സ്ക്വയർ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ പാസ് ചെയ്ത് പോവുക. നമ്മൾ ഇനി നേരെ പോകുന്നത് ചാൾസ് ബ്രിഡ്ജിലേക്കാണ്. ഇവിടുത്തെ ഫേമസ് ഒരു ഫോട്ടോ സ്പോട്ടാണ്, അതുപോലെ ഒരു ഐക്കോണിക് പ്ലേസ് ആണ് പ്രാഗിൻ്റെ. അപ്പോൾ നമ്മൾ ചാൾസ് ബ്രിഡ്ജ് കാണാൻ പോവുക. ഇത് ഒത്തിരി നടക്കാനുണ്ട്. ഇന്ന് ഫുൾ ഡേ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ കാസിലിൻ്റെ എൻട്രൻസ് തൊട്ട് ആ സ്ക്വയർ, മ്യൂസിയം, പിന്നെ ഈ റോഡിനകത്തൊരു പേരുണ്ട്, പിന്നെ ചാൾസ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഓൾഡ് ടൗൺ സ്ക്വയർ. അപ്പോൾ ഫുൾ ഡിന്നർ ടൈം വരെ നമ്മൾ ഈ സ്ട്രീറ്റ് ഫുള്ള് നടക്കുക. ഞങ്ങൾ നല്ല മഴയായതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പ്രാഗിൻ്റെ അംബ്രല്ല മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. അവൻ ഉറങ്ങി, ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കുവാണ്. അവൻ ഉറങ്ങി കേട്ടോ. ഫുഡൊക്കെ കൊടുത്തു. എന്താണെന്നറിയത്തില്ല, ഇന്ന് ചെറിയൊരു ചുണുക്കമുണ്ട്, മഴയുടെ ഒക്കെ ആണെന്നുള്ളത് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ സ്ക്വയർ പാസ് ചെയ്തു. ആൻഡ് ഇവിടെ നമ്മളിനി ചാൾസ് ബ്രിഡ്ജിലോട്ടാണ് വാക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു 10 minutes വാക്കാണ്. നമ്മൾ പോകുന്ന ഒരു ലൈക്ക് പാസേജാണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വി ക്യാൻ സീ റോഡ്, അതിൽ കൂടെ കാറൊക്കെ പോകും. ഈ സൈഡിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. നോർമലി ഇവിടെ ആൽക്കഹോൾ ലൈക്ക് ബിയർ ആൻഡ് എക്സെട്ര ഐറ്റംസാണ് ഇവിടെ കിട്ടാറ്. ആൻഡ് ദിസ് ഐറ്റം ഇസ് ഫേമസ് ഹിയർ. പേരറിയില്ല, ഇതുപോലൊരു ജാറിൽ പോലെ വരുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം. ഹായ്, നമ്മൾ മിക്സ് ഐസ്ക്രീമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻസൈഡ് ഫില്ലിംഗ് ന്യൂട്ടല്ലയാണ്. കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു. ഇത് സ്റ്റിക്കും എഡിബിളാണ് കേട്ടോ. മിക്സ് ഐസ്ക്രീം വിത്ത് റാസ്ബെറി ചോക്ലേറ്റ്സ്. എങ്ങനെയുണ്ട്?
വെറുതെ അല്ലേ ഇവിടെ എല്ലാവരും മേടിച്ചു കഴിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല ഫില്ലിംഗ് ഉണ്ട്. പെട്ടെന്ന് കഴിക്കാൻ സോഫ്റ്റ് ആവുന്നുണ്ട്. ഇയാൾ എന്ത് കാണാനാ കഞ്ചാവ് കടയുടെ മുമ്പിൽ പോയി നിൽക്കുന്നതെന്നേ മനസ്സിലാകുന്നില്ല. കടയ്ക്കകത്തേ കഞ്ചാവ്. അവിടെ നോക്കാം. ഗൈസ്, നമ്മൾ നടന്ന് വലഞ്ഞല്ല എന്നാലും തണുത്ത് കുറച്ച് ചാൾസ് ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ എത്തി. ഇസാൻ ഉറങ്ങുന്ന തക്കത്തിന് നമുക്ക് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ കാണിച്ചു തരാവേ. ചാൾസ് ബ്രിഡ്ജ്, അതെ, നേരെ കാണുന്നതാണ് ചാൾസ് ബ്രിഡ്ജ്. ഇത് ഇവരുടെ ഫ്ലാഗാന്ന് തോന്നുന്നു. അടുത്ത് ചെന്നിട്ട് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഓ ആ, ഫ്ലാഗിൻ്റെ കൊട. ഭാഗ്യം കൊണ്ടൊരു അംബ്രല്ല കട കണ്ടപ്പോൾ അതിൽ പ്രാഹ എഴുതിയിട്ടുണ്ട്. തിരികെ നമ്മൾ ചാൾസ് ബ്രിഡ്ജിലേക്ക് എൻട്രി ചെയ്യുകയാണ് ഗൈസ്. കാണാനൊരു രസമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര ക്രൗഡാണ്. ഈ വഴി കൂടെ ബ്രിഡ്ജാണെങ്കിൽ വെഹിക്കിളൊന്നും പോകുന്നില്ല. ഒരു മോണുമെൻ്റ് പോലെയല്ലേ. കുറേ സ്റ്റാച്യൂസ് ഉണ്ട് സൈഡിൽ കൂടെ. ഇസാൻ നല്ല ഉറക്കമാണ്. ഉറങ്ങുമ്പോൾ വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ. അവനാണെങ്കിൽ ജാക്കറ്റ് ഇടത്തില്ല, സ്വെറ്റർ ഇടത്തില്ല, ഗ്ലൗസ് ഇടത്തില്ല. ഇവിടെ വരുന്ന എല്ലാ പിള്ളേരും ഫുള്ളി കവേർഡാണ്. ഞങ്ങൾക്ക് ഷർട്ട് പോലും വേണ്ട. വയനാടിൻ്റെ ഒരു അഹങ്കാരേ. വയനാട്ടുകാർക്ക് തണുപ്പെന്ന് പറയുന്നത് ഒന്നുമല്ല. ഞങ്ങൾ മൂവാറ്റുപുഴക്കാർക്കും അങ്ങനെ. ഇവന് പക്ക വയനാടാണ് ഗൈസ്. ഇവന് ഒന്നും വേണ്ട. ഇവിടെ വരുന്ന എല്ലാ പിള്ളേർക്കും, എല്ലാവരും ഞങ്ങളുടെ കാണുന്നവരൊക്കെ സായിപ്പ് പറയുന്നുണ്ട്, ഇട്ട് കൊടുക്കുക. അതിന് അവൻ ഇടണ്ടേ ഗൈസ്. ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബ്രിഡ്ജ് കയറി ഇങ്ങനെ കുറേ എഴുതിയേക്കുന്നത് എന്താ, ഹിപ്പോക്രാറ്റസ് കോസ്മി, എന്താ ജർമ്മൻ റൈറ്റിംഗ് ഒക്കെ. നമുക്കൊന്നും മനസ്സിലാകത്തില്ല. കുറച്ച് അധികം നടന്നു ചാൾസ് ബ്രിഡ്ജിൽ എത്താനായിട്ട്. മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ തീർന്നു ചാൾസ് ബ്രിഡ്ജിലെത്തിയപ്പം. അപ്പം ചാൾസ് ബ്രിഡ്ജിൻ്റെ കുറച്ച് ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരാം. ഇതാണ്, ഇതുപോലത്തെ കുറേ സ്റ്റാച്യൂസ് ഇതിനുണ്ട്. നമ്മുടെ യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കും, പക്ഷെ എന്താ എഴുതിയേക്കുന്നതെന്നല്ല, ക്രിസ്റ്റോ എല്ലാം ജർമ്മൻ ലാംഗ്വേജ് ആണ്. അതുപോലെ ഈ മെമ്മറി ഓഫ് എന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ജർമ്മൻ വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ജർമ്മൻ ആണോന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ ഈ ഭാഷ വായിക്കാൻ അറിയുന്നവർ മനസ്സിലാക്കുക. ഇതാണ് എൻ്റെ ഒരു കാസിൽ ഫീലില്ലേ. ഇതാ നിൽക്കുന്നു മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഫാത്തിമ, നനഞ്ഞ് കുതിർന്ന ഫാത്തിമ. കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്ന ചാൾസ് ബ്രിഡ്ജ് ഇതാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേൾക്കുന്ന ചാൾസ് ബ്രിഡ്ജിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ചാൾസ് ബ്രിഡ്ജിലെ കാഴ്ചകളിൽ നമുക്ക് അടുത്തത് കാണാൻ കഴിയുന്നത് ഒരു ആർട്ടിസ്റ്റ്, പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് എന്നിട്ട് ആ ചാൾസ് ബ്രിഡ്ജിലെ കാഴ്ചകൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പം പെയിൻറ്റ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. വാവ്, ഭയങ്കര ക്രിയേറ്റീവാണ് പുള്ളി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ നിന്നിട്ട് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുവാണ്. ഇത് ചാൾസ് ബ്രിഡ്ജും പിന്നെ അതേപോലെ തന്നെ ഈ കാസിലിൻ്റെ പല ഭാഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇമേജസാണ് ഈ പുള്ളി വരച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് പെയിൻറ്റിങ് ആട്ടോ. ഇതെല്ലാം ഒരു വാച്ച് ഫ്രെയിം ചെയ്തതാണ്. 1910 to 1950 ആ ടൈം ഫ്രെയിമിലുള്ള വാച്ചസ് ഇങ്ങനെ ഓരോരോ പാർട്സാക്കി ഫ്രെയിം ചെയ്തതാണ്. എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചില്ലറ റേറ്റ് അല്ല, 6000 രൂപ 7000 രൂപയാണ് ഒരു ഫ്രെയിമിൻ്റെ വില. സോനിയേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ വാങ്ങും. ഇതെന്താ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക, ഒരാൾ ബെഗ് ചെയ്യുന്നു, ഒരാളിതാ ഇങ്ങനെ നിൽക്കുന്നു കാവൽക്കാരനെ പോലെ. മുകളിൽ ഒരാളിതാ ഈ ഹാൻഡ് കഫുമായിട്ട് നിൽക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരാളെ പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇതാ ഒരു ഡോഗ് ഉണ്ടോ. ഇതിനകത്ത് ഈ ചാൾസ് ബ്രിഡ്ജിലെ ഓരോരോ സ്കൾപ്ചേഴ്സാണ് ഇതൊക്കെ. നമ്മുടെ ചാൾസ് ബ്രിഡ്ജ്
വാൾട്ടാവ റിവറിൻ്റെ മുകളിൽ കൂടിയാണ് പണിതേക്കുന്നത്. അപ്പോൾ വാൾട്ടാവ റിവറിൻ്റെ ചെറിയൊരു കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇതാ ഒഴുകുന്നതാണ് വാൾട്ടാവ റിവർ. അതിൻ്റെ കുറുകെയാണ് ഈ ചാൾസ് ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിരിക്കേണ്ട ഓരോ കാഴ്ചകളാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇത് സമ്മർ സീസൺ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ. ഇന്ത്യൻസ് വളരെ കുറവാണ്, കൂടുതലും ഫോറിനേഴ്സാണ്. ജർമ്മൻ ആൾക്കാരാണെന്ന് തോന്നുന്നു, കാരണം ജർമ്മനാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടെ കൂടുതൽ. നമുക്കത് മനസ്സിലാവും, കേട്ടാൽ മനസ്സിലാവും ജർമ്മനാണെന്നുള്ളത്. നമ്മൾ ബ്രിഡ്ജിൻ്റെ താഴോട്ട് നോക്കിയാൽ നല്ല ക്യൂട്ട് സ്ട്രീറ്റ്. ഇത് കാറ് പോകുന്ന സ്ട്രീറ്റാട്ടോ. ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കുറേ ക്രൂസ് കാണാം. ആൻഡ് ദർ സോ മെനി ബിൽഡിങ്സ് അവിടെ. ആൻഡ് അവിടെ ഒരു കാസിലുണ്ട്. കാസിൽ താഴെയെല്ലാം വാട്ടർ ഏരിയ ആണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു 2:30 ആയി. സോ വിൽ ബി ഗോയിങ് ടു ദി റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിച്ചിട്ട് ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കായിരിക്കും പോകുന്നത്. ഈ ഏരിയ തന്നെയാണ് അതും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ച് സണ്ണി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. സോ വി വിൽ ബി ക്യാച്ചിങ് ആൻ ഊബർ. ഇപ്പോൾ ഊബർ വിളിച്ച് റെസ്റ്റോറൻറ്റ് എത്തി ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ഫുഡ് കഴിക്കട്ടെ. സം എപ്പിക് തിങ്സ് ഇൻ യൂറോപ്പ്. അങ്ങനെ ചാൾസ് മ്യൂസിയം ചാൾസ് ബ്രിഡ്ജ് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു ബ്രിഡ്ജ്, നല്ലൊരു വാക്ക്. കേട്ടുകേൾവിയുള്ള ഒരു സ്ഥലത്തെത്തി. പിന്നെ നോക്ക്, തീരെ വേദനയില്ല. ഒന്നാമത് ഇവിടെ കരികല്ല പാകി വയ്ക്കുന്നത്. പിന്നെ നോക്ക്, അതിൻ്റെ മുകളിൽ ആൾക്കാർക്കൊക്കെ കയറാം. കണ്ടോ, ആ വലിയ ഏരിയ ഉണ്ടോ ബ്രിഡ്ജിൻ്റെ മുകളിൽ എൻ്റെ അവിടെയൊക്കെ കുറേ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. എന്തിനാണാവോ? സോ വി ആർ ലീവിങ് ചാൾസ് ബ്രിഡ്ജ്. See you next time. ചാൾസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പം കണ്ടില്ല ക്രൂസ് നമുക്ക് എടുക്കാം. പല ടൈപ്പിലെ ക്രൂസുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് വിൻറ്റേജ് ടൈപ്പുണ്ട്, പുതിയ മോഡേൺ ലുക്കിലുള്ളതുണ്ട്. അപ്പം പല രീതിയിലുള്ള ക്രൂസ് നമുക്ക് എടുക്കാൻ കഴിയും. ഇതാണ് ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ്, ഒരു സൈഡിലെ എൻട്രൻസ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ്. അപ്പോൾ അവിടെ ഈ ബോട്ടിലേക്കുള്ള ആൾക്കാരെ പിടിക്കാനായിട്ട് നിൽക്കുന്ന ടീംസാണ് ഇവർ. അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഈ പുള്ളിയാണ് എൻ്റെ അടുത്ത് നേരത്തെ സംസാരിച്ചത്. Not Punjab, Kerala. Kerala, okay. Yeah. You come to see me, babies for free, eh? Yeah. This guy from New Delhi and the other one from Calcutta. Yeah. What's the price? 22 euro, right? Yes. 22 euro ആണ്. അപ്പോൾ ഒരാൾക്ക് 2200 രൂപ ഇതിൻ്റെ അടിയിൽ കൂടെ ക്രൂസ് ചെയ്യാനായിട്ട്. കുഞ്ഞിനെ ഫ്രീ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ക്രൂസ് കാര്യങ്ങളൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് ടൈമില്ല. ഇനി എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം, വിശന്നിട്ട് വയ്യ. ക്രോക്രോയാണോ? ക്രോക്രോയോ? ക്രോക്രോ എവിടെ? ക്രോക്രോ. സോ നമ്മളിപ്പോൾ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പാസ് ചെയ്യുന്നത് ഒരു സ്വീറ്റ്സിൻ്റെ സ്ട്രീറ്റാണ്. ഇവിടെ കുറേ ക്യാൻഡീസ്, ഐസ്ക്രീംസ്,
പിന്നെ നമ്മൾ കഴിച്ച സിനിമൻ സ്റ്റിക്സ് ഇല്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, സോവനിയേഴ്സ്, അതൊക്കെ അടുത്തടുത്തടുത്ത് കഫേസ് ആൻഡ് ഹോട്ടൽസിലൊക്കെ. പിന്നെ ഡ്രിങ്ക്സ്, പാസ്ത, അങ്ങനെ ഒരു കഫേ കം സ്വീറ്റ്സ്, മെയിൻലി സ്വീറ്റ്സിൻ്റെയാണ്. പിസ്താഷ്യോ അങ്ങനത്തെ ചോക്ലേറ്റ്സ് മെയിൻ സ്പോട്ടാണ് ഇപ്പം നമ്മൾ വാക്ക് ചെയ്യുന്ന ഈ ഒരു സ്ട്രീറ്റ്. I'll show you നല്ല ഭംഗിയുള്ള സ്ട്രോബെറീസ്, അവരുടെ ലെമൺ, സിട്രസ്, ആൻഡ് ഇവിടെ നല്ല ക്രഡ് ഫ്രൂട്ട്സ് കിട്ടും. ആൻഡ് ലുക്ക് അറ്റ് ദി സൈസ് ഓഫ് ദി സ്ട്രോബെറീസ്, ഓ ഗോഡ്. ആൻഡ് ഈ സ്ട്രീറ്റിൽ അവർ പറയുന്നത് ബെസ്റ്റ് സോസേജസ് കിട്ടുന്ന ഒരു സ്ട്രീറ്റാണ്. പൊട്ടേറ്റോസ്. ടേക്ക് ദ ബിഗർ സ്ട്രോബെറീസ്. Very sweet strawberries. നോക്കാം സ്ട്രോബെറിയുടെ സൈസ് കണ്ടോ, നല്ല വലിയ സ്ട്രോബെറീസ്. ഇതിൻ്റെ വഴിയോരങ്ങളിലെല്ലാം ഇതേപോലത്തുള്ള കഫേസ്, ഇതൊക്കെ ഓരോ സുവനീർ ഷോപ്സാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, കപ്സ്, ടെഡീസ്, കീ ചെയിൻസ്, അതൊക്കെ വിൽക്കുന്ന ഒരു സുവനീർ ഷോപ്സാണ്. ഇതാ നമ്മുടെ പ്രിയംവതയായ പത്നി ഫാത്തിമ, ജാക്കറ്റ് ഇടാത്ത, തണുപ്പ് യാതൊരു പ്രശ്നമില്ലാത്ത വയനാടൻ ബോൺ ഹീറോ ഇസാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് ടൗൺ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പൊന്നും വെക്കേണ്ട കാര്യമില്ല. ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നടക്കുന്നതിൻ്റെ പുറകെ അങ്ങ് നടന്നു പോയാൽ മതി. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ഫുഡ് സ്പോട്ട്സും പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഓൾഡ് ടൗൺ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗായ്സ് ഓൾഡ് ടൗൺ സ്ക്വയർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ടൗൺ സ്ക്വയർ. ഇതൊരു ക്ലോക്ക് ടവറാണ് നിങ്ങൾ കാണുന്നത്. ചില്ലറ ഫോറിനേഴ്സ് അല്ല ഉള്ളത്, നല്ല ക്രൗഡഡാട്ടോ. കുറേ ഷോപ്സൊക്കെ അങ്ങ് അറ്റം കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ ലക്ഷ്യം. ബ്രൈഡ് ആൻഡ് ഗ്രൂമും കൂടി ഇവിടെ ഉണ്ട്. അവരുടെ തന്നെ റിലേറ്റീവ് ആണെന്ന് തോന്നുന്നു. കുറേ ബൊക്കേസ് മേടിച്ച ഒരു റിലേറ്റീവ്സ്. ഇതൊരു ഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ. Can see them, so nice. ഒരു കുഞ്ഞ് ഫ്ലവർ ഗേൾ ഉണ്ട്, എൻ്റെ സിസ്റ്ററിനെ പോലെ ഉണ്ട്. കുറേ പേര് ഇവിടെ കാണുന്നവർക്കെല്ലാം ഒരു ക്യൂട്ട് ബൊക്കേസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് I'll show you something. ഗ്രൂമും ബ്രൈഡ് വന്ന് തോന്നുന്നു. they are carrying big bouquets to them. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓൾഡ് ടൗൺ സ്ട്രീറ്റിൽ, ഓൾഡ് ടൗൺ സ്ക്വയറിൽ എവിടെ പോയാലും നമ്മുടെ സ്റ്റാർബക്സ് ഉണ്ട്. എന്താണ് ഇവിടെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റ്, സോവിനിയർ. ഇതൊരു നോക്കി കണ്ടാലറിയാം, ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദി എൻട്രൻസ്. നമ്മൾ എൻട്രൻസിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്താൽ അവിടെ കോഫി ഉണ്ട്, കോഫി ഐറ്റംസ്, കോണ്, കുറേ സോവിനിയേഴ്സ്, ടോയ്സ്, എന്താ ഗ്രിൽസ്. ബട്ട് നമുക്ക് ബേക്കൺ ആയതുകൊണ്ട് വി കനോട്ട് ഈറ്റ് ദം. ചിക്കൻ കുറവാണ്. ഒരു ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് സോ യം ടു സീ. ഹോട്ട് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, അത് തന്നെ ഇവരുടെ ലാംഗ്വേജസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ കണ്ടോ, സോവിനിയേഴ്സ്, ഫുഡുമാണ് ഈ സ്ട്രീറ്റിൻ്റെ മെയിൻ. അതുപോലെ സുന്ദരികളായ കുറേ ആൾക്കാർ, ജ്വല്ലറി, എല്ലാ ഷോപ്സും ഒരേപോലെ. ബലൂൺസും പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും. ഇവരുടെ ഫ്ലവറാണ് പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കണ്ടാൽ തന്നെ ഒറിജിനൽ ഫീലുണ്ട്. പിന്നെ ഐസ്ക്രീംസ്, വേഫേഴ്സ്, വീഫിൾസ്.
നമ്മുടെ ഗൈഡ് പറഞ്ഞു ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ കഴിക്കുന്നത് പൊട്ടേറ്റോസാണ്. ഇവിടെ അറൗണ്ട് 1000 വെറൈറ്റീസ് ഓഫ് പൊട്ടേറ്റോ റെസിപ്പീസ് ഉണ്ടെന്ന്. ഇവർക്ക് ഒരു മാസം തന്നെ പൊട്ടേറ്റോസ് കഴിച്ച് ജീവിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം പൊട്ടേറ്റോസാണ്. അപ്പോൾ പൊട്ടേറ്റോ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ. പക്ഷേ കൂടുതലും ഇവിടെ സോസേജും പാസ്ത പിസ്സ ഒക്കെ ആട്ടോ ഉള്ളത്. ഐ മീൻ പ്രാഗിൽ. പിന്നെ ബാക്കി ഏരിയയിലൊക്കെ ബർഗർ സ്റ്റീക്സ് ഒക്കെ ഉണ്ട്. സ്വീറ്റ്സ് നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും റിപ്പീറ്റഡ് ഷോപ്സിൽ ഓരോ ഷോപ്പിൽ ഓരോ വെറൈറ്റീസ് ആണല്ലോ. അങ്ങനെ എന്താണെന്നറിയില്ല, നമ്മുടെ ക്ലോക്കിൻ്റെ ആ മോണ്യുമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ക്രൗഡുണ്ട്. അവരെന്തോ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കായും കുഞ്ഞും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ക്രൗഡിൻ്റെ ഇടയിൽ അവരേതാന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അല്ല അവരെന്നെ തപ്പേണ്ടി വരും. അതോ നിൽക്കുന്നു ഫ്രണ്ടിൽ. നമുക്ക് എന്താണെന്നുള്ളത് പോയി നോക്കാം. ഇത്രയും പേര് കൂടി നിൽക്കുമ്പോൾ എന്തോ ഒരു കാര്യമുണ്ട്. നമുക്ക് ഓടിപ്പോയിട്ട് എന്താന്ന് നോക്കാം. ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ പ്രാഗിലെ ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആസ്ട്രോണോമിക്കൽ ക്ലോക്കാണ്, ക്ലോക്ക് ടവർ. അപ്പോൾ ഇതാണ് ആ ക്ലോക്ക് ടവർ വരുന്നത്. ഇതിലൊരു ടൈം ആകുമ്പോൾ ആ ചെറിയ വാതിലിൽ കൂടിയൊക്കെ ഓരോ ഐറ്റംസ് ഇറങ്ങി വരുന്നതാണ്. പക്ഷെ അത് എത്ര മണിക്കാണെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാ ആൾക്കാരും മുകളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇതാണ് ആസ്ട്രോണോമിക്കൽ ക്ലോക്ക്. ഇതാ ക്ലോക്കിൻ്റെ താഴെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എൻ്റെ പ്രിയതമയായ ഭാര്യ ഫാത്തിമയും എവിടെ കണ്ടാലും എഴയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ പൊന്നു മോൻ ഇസാനും. ഓ ഇത് ഞാൻ കണ്ടത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇതിലാണ്, ഏതൊരു സഞ്ചാരത്തിലാണ് കണ്ടത്. ഓരോരുത്തരും വന്ന് പോകുന്ന നോക്ക് ഇപ്പോഴും ഒരു വർക്കിംഗ് ആണ്. നോക്ക് നോക്ക് നോക്ക്. കഴിഞ്ഞു. കഥം വിത്തിൻ സെക്കൻഡ്സ് അത് വന്നു പോയി. ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കിയിട്ട് ഒരു വൻ ജനാവലി തന്നെ ഇത് കാണാനായിട്ട് ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ഇതാണ് ആസ്ട്രോളജിക്കൽ ക്ലോക്ക്. ഇപ്പോഴും വർക്കിംഗ് പെർഫെക്റ്റ്. പിൻ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ മൊബൈലിൽ ഷാർപ്പ് 5 മണി ആയപ്പം തന്നെ അത് കറക്റ്റ് വർക്കായിട്ടുണ്ട്. ഫബേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എവിടെ പോയാലും ആ നാട്ടിലെ ബബിൾ ടീ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതാ ഒരു ബബിൾ ടീയുടെ ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഫാത്തിമ എന്തൊക്കെയോ ഓർഡർ ചെയ്യാനായിട്ടുള്ള പ്ലാൻസ്. ഏതാണ്? ബ്രൗൺ ഷുഗറും ട്രോപ്പിക്കൽ യൂസും അലോഹയാണ്. അപ്പം ഞാൻ പറയുന്നത് ട്രോപ്പിക്കൽ അതെടുത്തൂടെ? ട്രോപ്പിക്കൽ യൂസും ഓക്കെ. നമ്മൾ ഗ്രീൻ ആപ്പിളിൽ ജെല്ലിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം പോപ്പിംഗ് ആണല്ലോ. സോ ദി അതർ വണ്ണിൽ ടബിയോക്ക, ദ ചൂയി കൈൻഡ് ഓഫ് തിങ്. കോഫിയാണോ
ചോക്ലേറ്റ് ആണോ എന്തോ ഒരു ഡ്രസ്സിങ് കൊടുക്കുന്നുണ്ട്. pouring the main thing. ഫസ്റ്റ് ടൈം ബബിൾ ടീ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം എവിടെയൊക്കെ ട്രൈ ചെയ്യുന്നത്? സിംഗപ്പൂരാണ്. സിംഗപ്പൂർ നമ്മളൊരു സ്ഥലത്ത് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ബസ് കയറി അവിടെ പോയി ട്രൈ ചെയ്തത്. അങ്ങനെയാണ് ഈ ഐറ്റം. UK കാരനാണ് എനിക്ക് ആദ്യം കാണിച്ചു തന്നെ. കോ എന്ന് പറയുന്ന ഒരെണ്ണം. നിങ്ങൾ സിംഗപ്പൂർ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഒരു മാളിലാണെന്ന് എനിക്ക് അറിയുള്ളൂ. പിന്നെ ദുബായിൽ ട്രൈ ചെയ്തു, ട്രൈ ചെയ്തു, പക്ഷേ സിംഗപ്പൂരിൻ്റെ അത്രയും എത്തിയില്ല. മലേഷ്യ ട്രൈ ചെയ്തു, അതൊന്നും സിംഗപ്പൂരിൻ്റെ അതിൽ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വെറുതെ ഒറിജിനൽ വൺ അല്ല. സോ ഇവർ ആ കോഫി മെഷീനിൽ നിന്ന് കോഫി എടുത്തു, അത് ഒരു ഷെയ്ക്കറിലിട്ട് ഷെയ്ക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കറക്റ്റ് കൈൻഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ സ്വീറ്റ്നെസ് ലെവലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വീറ്റ്നെസ് ലെവൽ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല, ഭയങ്കര മധുരമായിരിക്കും. നമ്മുടെ നാട്ടിലെ ബോവ മാറി ഇതിങ്ങോട്ട്. എവിടാ നമ്മൾ കുഞ്ഞിന് പഴം തപ്പി ഇറങ്ങിയതാണ്. ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മുടെ നാട്ടിലെ ലുലു ഒക്കെ പോലെ തന്നെ അത്ര സെറ്റപ്പില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഒടുക്കത്തെ വിലയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, യൂറോപ്പിൽ ഒരു കുപ്പി വെള്ളത്തിന് €1 പൗണ്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളമല്ല, 500 ml വെള്ളത്തിന് €100. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ വാഷ്റൂമിൽ പോകണമെങ്കിൽ വരെ €1 വരും. €100 കൊടുത്താലേ നമുക്ക് ഈ മാളിൻ്റെ ഉള്ളിൽ വരെ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ യൂറോപ്പിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ഇസാന് ഷൂസ് നോക്കാനായിട്ട് വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഷൂ ഷോപ്പിലൊന്നും ബ്രാൻഡഡിലൊന്നും എന്താ പറയുക, അവൻ്റെ സൈസ് കിട്ടൂല. EU സൈസ് പറയുകയാണെങ്കിൽ 21, 22, 23.5, 25 ആ സൈസൊന്നും കിട്ടില്ല. അപ്പം നമ്മളിതേപോലെ പുറത്ത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷൂസ് മേടിക്കുന്നത്. അപ്പോൾ ഒരു 3 ഷൂസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതാണ്, നൈക്കിൻ്റെ. രണ്ടാമത്തത് വന്നിട്ട് അഡിഡാസിൻ്റെ ഒറിജിനൽ. പിന്നെ ഇതിപ്പോൾ ഇസാൻ ഇട്ടിരിക്കുന്ന ഇസാനിപ്പോൾ ഇട്ടേക്കുന്ന ജോർദാൻ്റെ ഷൂസാണത്. അതിവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേ ആണ് എടുത്തത്, പക്ഷേ അതിവിടെ ഇല്ല. അതൊറ്റ പീസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഹാപ്പിയാണ് ഷൂസിൻ്റെ കാര്യത്തിൽ. ഫുള്ള് ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആൾ സൈസ് എടുക്കാനായിട്ട് പോയേക്കുവാണ്. ഈ ഷൂസിൻ്റെ സൈസ് കൊണ്ടുവന്നു. അപ്പോൾ അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കറക്റ്റാണെന്ന്. നമ്മൾ 3 പേർ എടുക്കുന്നുണ്ട്. പുള്ളി അതിൻ്റെ സൈസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്പ്ലേസ്. Wrong shoe to wrong box. So you don't have the size for that. No issues. Just check. Baby come. അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ റൂമിൽ പോകാനായി. ലാസ്റ്റ് പർച്ചേസാണ് കേട്ടോ. ഡിന്നറൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്ന് ഒരുപാട് നടന്ന ദിവസമാണ്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ നടത്തം തന്നെ ആയിരുന്നു. അപ്പോൾ റൂമിൽ പോകുന്നു, പടവാകുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ അൻഷാദ് അയ്യൂബ് ഖാൻ. It's me Fatima Anshad signing off. Do subscribe to our channel. മറക്കണ്ട. ബൈ.